യേശുവിന്റെ കാലത്ത് AD 29 അവർ പെസഹ ഭക്ഷിക്കുമ്പോൾ ഏതാണ്ട് 1500 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തിന്റെ ഓർമ്മയാണിത്. മർക്കോസിന്റെ മാളികമുറിയിൽ, സജ്ജീകൃതമായ മാളികമുറിയിൽ പെസഹ ഭക്ഷണം തയ്യാറാക്കി വെച്ചിരിക്കുമ്പോൾ, നന്നായിട്ട് ശ്രദ്ധിച്ചോ, പെസഹ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. യേശുവിനെയും ശിഷ്യന്മാരെയും സംബന്ധിച്ച് യഹൂദരെന്ന നിലയിൽ ഇപ്പോൾ അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ പെസഹ ഭക്ഷണം കഴിഞ്ഞുപോയ ഒരു ദൈവിക ഇടപെടലിന്റെ ഓർമ്മയാണ്. ആണല്ലോ, കഴിഞ്ഞുപോയ ഒരു കാര്യത്തിന്റെ ഓർമ്മയാണ്. പക്ഷേ യേശുവിനെ സംബന്ധിച്ച് ഇത് കഴിഞ്ഞുപോയ ഒരു കാര്യത്തിന്റെ ഓർമ്മയല്ല, മറിച്ച് വരാൻ പോകുന്ന ഒരു കാര്യത്തിന്റെ ഓർമ്മയാണ്. ഇപ്പോ ഈ പഴയ പെസഹ മേശപ്പുറത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം സെയിമാണ്. ആടിന്റെ ചുട്ടെടുത്ത മാംസം, അപ്പം, കൈപ്പിലകൾ, വീഞ്ഞ്, വിഭവങ്ങളെല്ലാം സെയിമാണ്. പക്ഷേ ഈശോ ഈ സിമ്പലിന്റെ അർത്ഥം മാറ്റുകയാണ്. ഇപ്പൊ ഈ നിമിഷം വരെ ഈ പെസഹ ഭക്ഷണം കഴിഞ്ഞുപോയ ഒരു കാര്യത്തിന്റെ ഓർമ്മയാണ്. എന്നാൽ ഈ നിമിഷം മുതൽ ഈ പെസഹ ശിഷ്യന്മാരിനി ഒരുമിച്ച് കൂടി അപ്പം മുറിക്കുമ്പോൾ ഈ പാനപാത്രം